ഞാനായിരിക്കും നിങ്ങൾക്ക് BSOE 141 urban സോഷ്യോളജിയുടെ പേപ്പർ എടുക്കുന്നത് കേട്ടോ. സോ BSOE 141 urban സോഷ്യോളജി എന്ന് പറയുമ്പം അതിൽ നമുക്ക് urban സോഷ്യോളജിനെ കുറിച്ചാണ്, urbanization, urban സോഷ്യോളജി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് ഈ മൊഡ്യൂളല്ല, ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിലൂടെ എന്താണ് urban സോഷ്യോളജി, അതിൻ്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, അർബനൈസേഷൻ അർബനിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സിറ്റി എന്താണ്, ഒരു സിറ്റി ആവണം എന്നുണ്ടെങ്കിൽ ഉള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എക്കോളജിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഉള്ളൊരു ഇക്കണോമി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, നെറ്റ്വർക്ക് എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, അങ്ങനെ ഒരു അർബൻ സോഷ്യോളജി മീൻസ് ഒരു അർബൻ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ മൈഗ്രേഷൻ, ഒക്യുപ്പേഷൻ, സ്ലംസ്, ഗേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ഇവരെ കുറിച്ചൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അർബൺ സ്പേസിനെ കുറിച്ചും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒരു അർബൺ ലൈഫ് അല്ലെ, ഒരു എന്താ പറയുക, സിറ്റിയിലേക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അർബൺ ലൈഫിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ്, അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യം എല്ലാം ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് ടോട്ടൽ 4 മൊഡ്യൂളുകളിലായിട്ട് 4 ബ്ലോക്കുകളിലായിട്ടാണ് വരുന്നത്. 4 ബ്ലോക്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ഒരു 3 യൂണിറ്റ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു അർബൻ സോഷ്യോളജി ആണ്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പം അർബൻ സോഷ്യോളജിന്റെ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ബ്ലോക്കിലാണെങ്കിൽ മൈഗ്രേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സിനെ കുറിച്ചാണ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക്, ഫോർത്ത് ബ്ലോക്കിൽ കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ 4 ബ്ലോക്കുകളിലായിട്ട് 13 മൊഡ്യൂളുകളാണ്, 13 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മൾ അർബൻ സോഷ്യോളജി അല്ലേ, അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ ഒരു സോഷ്യോളജി എന്നുള്ളൊരു സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്, ഒരു ഡിസിപ്ലിൻ ആണ് അർബൻ സോഷ്യോളജി എന്ന് വരുന്നത്. ഓക്കെ, അപ്പം അത് ഒരു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ ലൈഫിലേക്കും സോഷ്യൽ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യാൻ, ഡിഫറെൻറ്റ് സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ അർബൻ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു സബ് ഫീൽഡിൽ നമുക്ക് തിയററ്റിക്കലായിട്ടും അതുപോലെ അർബൻ ലൈഫിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഒക്കെ അർബൻ ലൈഫിനെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പേപ്പറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് അർബൻ സോഷ്യോളജി ആണ്, ബ്ലോക്ക് 1. നിങ്ങൾക്കിപ്പോൾ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഇൻട്രൊഡ്യൂസിങ് അർബൻ സോഷ്യോളജി എന്നുള്ള ബ്ലോക്കാണ്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അർബൻ സോഷ്യോളജിയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളിവിടെ അർബൻ സോഷ്യോളജിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച്, ഇതിന്റെ എമർജൻസിനെ കുറിച്ച്, അതുപോലെ ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്, ചിക്കാഗോ സ്കൂൾ ഓഫ് ആണ് അർബൻ സോഷ്യോളജിക്ക് ഒരു നന്നായിട്ട് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത സ്കൂൾ ഓഫ് തോട്ടാണ് ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ആ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കോപ്പ്, അതിന്റെ മാറ്റേഴ്സ്, അർബനൈസേഷൻസ്, അതുപോലെ അതിന്റെ ചലഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തുടർന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുന്നത് കേട്ടോ. സോ നമുക്കിതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ഓഫ് അർബൻ സോഷ്യോളജി ആണ്. അർബൻ സോഷ്യോളജിയുടെ മീനിങ് എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്, അർബൻ സോഷ്യോളജി ഉള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അർബനൂസ് എന്നാണ്. അർബനൂസ് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡാണ്. ഈ വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ബിലോങ്ങിങ് ടു എ സിറ്റി അല്ലെ, ഒരു സിറ്റിയിൽ ബിലോങ് ചെയ്യുക എന്നുള്ളതാണ് അർബനൂസ് എന്നുള്ള ഒരു വേർഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പം urban sociology എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് ദാറ്റ് സ്റ്റഡീസ് ദി സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് സിറ്റി ലൈഫ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് സ്റ്റഡി ചെയ്യുന്നത് സിറ്റി ലൈഫിൽ വരുന്ന ഇഷ്യൂസ്, ഡൈനാമിക്സ്, അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് urban സോഷ്യോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ സോഷ്യൽ ആക്ഷൻസിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ urban സോഷ്യോളജിയിലൂടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. ആൻഡ് ഈ സിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് മാത്രമല്ല സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി സങ്കീർണമായിട്ട്, കോംപ്ലക്സ് ആയിട്ട് ഹെട്രോജീനിയസ് സോഷ്യൽ എൻറ്റിറ്റീസ് ആണ്. അല്ലെ, പല രീതികളിൽ അല്ലെങ്കിൽ വിവിധ രീതികളിൽ നിന്നുള്ള വൈവിധ്യങ്ങളുള്ള ഒരു സാമൂഹികമായിട്ട് വരുന്ന ഇൻഡിവിജ്വൽസ് അല്ലെ. Individuals different in various ways including age, sex, occupation, wealth and cultural background. അവരുടെ പ്രായം കൊണ്ടാണെങ്കിലും അവരുടെ സെക്സിന്റെ ഡിഫറൻസ് ആണെങ്കിലും എല്ലാ സെക്സിലുള്ളവരും ഉണ്ടാവില്ലേ ഒരു urban ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയുമ്പം. അതുപോലെ തൊഴിൽപരമായിട്ടാണെങ്കിലും സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആണ്. ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വൈവിധ്യങ്ങളുള്ള എല്ലാത്തരം ആളുകളും ഉൾപ്പെടുന്നതാണ് ഒരു സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് വർത്ത് 1940 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സിറ്റീനെ എങ്ങനെയാണ്? ആസ് പ്ലേസസ് ഓഫ് ഡിവേഴ്സ് ഇന്ററാക്ഷൻ, എക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ദ കൾച്ചറൽ അമാൽഗമേഷൻസ്. അദ്ദേഹം പറയുന്നുണ്ട് നഗരങ്ങൾ എങ്ങനെയാണ് ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപാട് ഡിവേഴ്സിറ്റീസ് ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ഡിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഇന്ററാക്ഷൻസ്, ഇടപെടലുകൾ വരുന്ന, അതുപോലെ സാമ്പത്തികമായിട്ട് എക്കണോമിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ. ഒരു സിറ്റിയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു സാമ്പത്തിക നിലയാവില്ല അല്ലെ. എക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് കൾച്ചറൽ അമാൽഗമേഷൻസ്, ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള സംയോജനങ്ങളുള്ള സ്ഥലങ്ങളാണ്, പ്ലേസസ് ആണ് സിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ലൂയിസ് വർത്ത് സിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട്. നിങ്ങൾ ഒരാളുടെ ഡെഫിനിഷൻ സിറ്റിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഡെഫിനിഷൻ ആണല്ലോ നമ്മൾ ആ സിറ്റി എന്നുള്ള യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പം unlike rural or tribal societies, cities foster both social cohesion and conflict, influenced by factors like capitalism, migration and social mobility. ഇപ്പം ഈ ഒരു ഗ്രാമീണമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റൂറൽ ആയിട്ട് നിൽക്കുന്ന ട്രൈബൽ സൊസൈറ്റിയിൽ ഗോത്ര സമൂഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിറ്റിയിൽ സോഷ്യൽ കൊഹഷൻ ഉണ്ട് അല്ലെ. അതുപോലെ സാമൂഹികമായിട്ടുള്ളൊരു ഐക്യമുണ്ട്, അതുപോലെ കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ക്യാപിറ്റലിസം, മൈഗ്രേഷൻ, സോഷ്യൽ മൊബിലിറ്റി എല്ലാം ഉണ്ട് അല്ലെ. മുതലാളിത്തം, അതേപോലെ കുടിയേറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ റൂറൽ ഏരിയയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്. ഓക്കെ, due to these complexities, urban sociologists use quantitative research methods to study population composition, economic disparities and cultural transformation. അപ്പം ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങള് സിറ്റിയിലുള്ള ആളുകളും മറ്റുള്ള ആളുകളും തമ്മിലുള്ളത് കൊണ്ട് തന്നെ, ഇങ്ങനെ ഒരു കോംപ്ലക്സിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അർബൻ സോഷ്യോളജിസ്റ്റുകൾ സിറ്റിനെ കുറിച്ച് പഠിക്കാൻ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇത് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും ഇനി നിങ്ങൾ പഠിക്കൂ കേട്ടോ. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത് എന്താണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് എന്താണ് എന്നുള്ളത്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് തമ്മിൽ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു സ്റ്റഡി നടത്തുകയാണ്, സിറ്റിയിലുള്ള ആളുകളുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളൊരു സ്റ്റഡി നടത്തുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റഡി നടത്തുമ്പം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ് സിറ്റിയിൽ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ.
അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ടും ഓൾറെഡി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ കുറിച്ച് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരോട് ഇത് ശരിയാണോ ഇത് ശരിയല്ല അങ്ങനെ ആൻസർ ചെയ്യാൻ പറയും. നമുക്ക് ചിലപ്പം ഈ ഒരു മൊബൈലിലൊക്കെ നമുക്ക് ഇങ്ങനെ സർവേസ് ഒക്കെ വരാറുണ്ട് അല്ലെ, അതുപോലെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ്. എന്നിട്ട് ഈ കിട്ടിയ ആൻസർ ഇപ്പൊ ആരൊക്കെ ഇതിൽ 1 ആൻസർ ചെയ്തിരിക്കണം, ആരൊക്കെ ഇതിൽ 2 ആൻസർ ചെയ്തിരിക്കണം, അങ്ങനെ എല്ലാവരുടെ ആൻസറും കൂട്ടി വെച്ചിട്ട് SPSS പോലുള്ള IBMന്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തുകയാണ് ഈ ഏർബൺ ഏരിയകളിലൊക്കെ ചെയ്യുന്നത്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി കേട്ടോ. എന്നാൽ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫ്രം ദീസ് നമ്മൾ ഏതൊരു ആളുകളിൽ അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾ നേരിട്ട് പോയി ആ ഒരു സ്ഥലത്ത് അവരുടെ ഇടയിൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യാണ്, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ എനിക്കാണെന്നുള്ളത് അവരുടെ കൂടെ ജീവിച്ചിട്ട് അവരെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എഴുതി തയ്യാറാക്കിയ ക്വസ്റ്റ്യനേഴ്സ് ഒന്നല്ല അവിടെ യൂസ് ചെയ്യുക. അതിന്റെ പകരം നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ട്രക്ചർ അല്ലാത്ത മീൻസ് നമ്മൾ എഴുതി തയ്യാറാക്കിയതല്ലാതെ എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇൻഫോർമൽ ആയിട്ട് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുക. ഇതാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേപ്പറിന് ഇതിലേക്ക് എടുത്ത ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ്, അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വാളിറ്റിയാണ് അതിൽ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ചിലപ്പം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ചിലർക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ വെറുതെ ടിക്കൊക്കെ ഇട്ട് പോകും, 1 ടിക്ക് 2 ടിക്ക് അങ്ങനെ ഇട്ട് പോകും. പക്ഷെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതിലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ. കാരണം നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. പക്ഷെ ഇതിന് പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മൾ റിസർച്ചിൽ ഡിസ്കസ് ചെയ്യും. അപ്പം സിറ്റി ലൈഫിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. അവരുടെ പോപ്പുലേഷൻ കമ്പോസിഷൻസും അതുപോലെ എക്കണോമിക് ഡിസ്പാരിറ്റീസും കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു നേച്ചർ ആൻഡ് മീനിങ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ഈ ഒരു യൂണിറ്റിലെ ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി ആണ്. സോഷ്യോ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഡിസ്റ്റിങ് ഫീൽഡ് ആയിട്ട് വന്നിട്ടുള്ളത് 20th സെഞ്ച്വറിയിലാണ്. പ്രൈമറിലി എപ്പോഴാണ് പ്രധാനമായിട്ടും അത് വന്നിട്ടുള്ളത് വെസ്റ്റേൺ കൺട്രീസ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വ്യാവസായിക വിപ്ലവത്തെ തുടർന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു അർബൻ സോഷ്യോളജി ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫീൽഡ് ആയിട്ട് ഒരു പ്രത്യേക മേഖലയായിട്ട് വികസിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ദ റൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് റാപ്പിഡ് അർബനൈസേഷൻ ലെഡ് സോഷ്യോളജിസ്റ്റ് ടു എക്സാമിൻ സോഷ്യൽ ചേഞ്ച്, അർബൻ പ്ലാനിങ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഈ ഒരു വ്യാവസായിക നഗരങ്ങളൊക്കെ ഉയർന്നു വന്നു അല്ലെ, പെട്ടെന്നുണ്ടായിട്ട് ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷം വ്യാവസായിക നഗരങ്ങളുടെ ഉയർന്നു വരും, പെട്ടെന്നൊരു അർബണൈസേഷനിലേക്ക് ഒരു നഗരവൽക്കരണത്തിലേക്കൊക്കെയാണ് അന്ന് കൺട്രീസിന് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് സോഷ്യോളജിസ്റ്റുകള് ഈ ഒരു സമൂഹത്തിൽ പെട്ടെന്ന് വരുന്ന ദ്രുതഗതിയിൽ വരുന്ന റാപ്പിഡായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് അല്ലെ, അങ്ങനെയുള്ള സോഷ്യൽ ചേഞ്ചസിനെയും അതുപോലെ അർബൻ പ്ലാനിങ്ങിനെ നഗരത്തിന് ഒരു ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അവരുടെ സ്വാധീനങ്ങൾ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിസ്റ്റുകളാണ് ഈ ഒരു മീൻസ് സോഷ്യോളജിസ്റ്റുകൾ ഇങ്ങനെ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി ഈ ഒരു സോഷ്യൽ ചേഞ്ചും അർബൻ പ്ലാനിങ്ങും അതിന്റെ ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പം ഇത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ഇത് എക്സാമിൻ ചെയ്തതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിലും
വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കീ തിങ്കേഴ്സും അവരുടെ വർക്കുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോർജ് സിമ്മൽ ആണ്. ജോർജ് സിമ്മൽ 1903 ജോർജ് സിമ്മൽ എന്ന് പറയുന്നത് ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി ആയിട്ടാണ് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ, ജോർജ് സിമ്മലിനെ. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക് എന്താണ്, ദ മെട്രോപോളിസി ആൻഡ് മെന്റൽ ലൈഫ് എക്സ്പ്ലോർഡ് അർബനൈസേഷൻസ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അദ്ദേഹം എന്താണ് മെട്രോപോളിസും അതുപോലെ ഓരോരുത്തരുടെ മെന്റൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ച് പഠിക്കുകയും അതെങ്ങനെയാണ് അർബനൈസേഷൻസ് ഇമ്പാക്ട് ഓൺ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇൻഡിവിജ്വൽസ്, ഓരോരുത്തരുടെ ജീവിതം മീൻസ് ഓരോരുത്തരുടെ സാമൂഹികപരമായിട്ട് വരുന്ന ബിഹേവിയേഴ്സിനെയും അതുപോലെ വ്യക്തികളെയൊക്കെ എങ്ങനെയാണ് അർബനൈസേഷൻ നഗരവൽക്കരണം സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് ജോർജ് സിമ്മൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് മീൻസ് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് അതിനെ കുറിച്ചായിരുന്നു. ആൻഡ് ദെൻ മാക്സ് വെബർ ഉണ്ടായിരുന്നു 1921. അദ്ദേഹം മെയിൻ ആയിട്ട് ദ സിറ്റിയിലെ അനലൈസ്ഡ് ഹിസ്റ്റോറിക്കൽ urban development and social organizations. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡൈസാറ്റ് എന്ന് പറഞ്ഞാൽ ദ സിറ്റി എന്നാട്ടോ, ചരിത്രപരമായിട്ട് വരുന്ന നഗരത്തെയും അതുപോലെ സാമൂഹികമായിട്ട് വരുന്ന ഓർഗനൈസേഷൻസിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റോബർട്ട് ഇ പാർക്കാണ്. അദ്ദേഹം എന്താണ് എ പയനർ ഓഫ് അർബൻ സോഷ്യോളജി ആൻഡ് ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്. അദ്ദേഹം എന്താണ് ഈ ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ടിന്റെയും അതുപോലെ അർബൻ സോഷ്യോളജിയുടെ ഒക്കെ ഒരു പയനിയർ ആയിരുന്നു. അദ്ദേഹം എന്താണ് ദ സ്റ്റഡി ഓഫ് സിറ്റീസ് യൂസിങ് ഫീൽഡ് വർക്ക് ആൻഡ് കേസ് സ്റ്റഡീസ്, ഫീൽഡ് വർക്കുകളും കേസ് സ്റ്റഡീസും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നഗരങ്ങളെ കുറിച്ചിട്ടും അതിനെ കുറിച്ചുള്ളൊക്കെ പഠനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത് റോബർട്ട് ഇ പാർക്ക് കേട്ടോ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഡബ്ല്യു ബർഗ്സ് ആണ്, 1925. അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡെവലപ്ഡ് കോൺസെൻട്രിക് സോൺ മോഡൽ എക്സ്പ്ലെയിനിങ് അർബൻ ഗ്രോത്ത് പാറ്റേൺസ്. അദ്ദേഹം ഈ ഒരു നഗര വളർച്ചാ രീതിയെ അർബൻ ഗ്രോത്ത് പാറ്റേൺസിനെയൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള സോൺ മോഡലാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു ടൈമിൽ മെയിൻ ആയിട്ട് വരുന്ന കീ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ജോർജ് സിമ്മൽ ദ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി, പിന്നെ മാക്സ് വെബർ, റോബർട്ട് ഇ പാർക്കും അതുപോലെ ഏർണസ്റ്റ് ഡബ്ല്യു ബർഗ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 2-3 പ്രാവശ്യം ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട് എന്താ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന പാർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാലും ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം റോബർട്ട് ഇ പാർക്ക്, അതുപോലെ ഏർണസ്റ്റ് ഡബ്ല്യു ബർഗ്സ്, അതുപോലെ ലൂയിസ് വർത്ത്, ഇവരൊക്കെ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ അല്ലെ, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു അർബൻ സോഷ്യോളജി. ഇവരൊക്കെ അർബൻ സോഷ്യോളജിക്ക് നല്ല കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ആളുകളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ നിന്നിട്ടാണ് അല്ലെ. അപ്പം ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബൈ അനലൈസിങ് അർബനൈസേഷൻ, മൈഗ്രേഷൻ, സ്ലംസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ദ അമേരിക്കൻ സിറ്റീസ്. ഇവര് അമേരിക്കൻ സിറ്റീസിലുള്ള മീൻസ് അമേരിക്കയിലുള്ള സിറ്റീസിലെ അർബനൈസേഷനെ കുറിച്ചും മൈഗ്രേഷനെ കുറിച്ചും അവിടെ സ്ലംസ് അല്ലെ ചേരികൾ, അതിനെ കുറിച്ചും അവിടെ വരുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ ഈ ഒരു അർബൻ സോഷ്യോളജിക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ മോഡേൺ അർബൻ പ്ലാനിങ്ങിനും പോളിസീസിനും ഒക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് ഈ ഒരു എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി ഒക്കെ ഇതിന്റെ മീനിങ് ഓഫ് അർബൻ സോഷ്യോളജിന്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി, അതുപോലെ അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ നെക്സ്റ്റ് വരുന്ന ഒരു സബ് ടോപ്പിക് ആണ്. അപ്പം അർബൻ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ബിഗാൻ വിത്ത് പാട്രിക് ഗിഡൻ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ അല്ലെ. ഇന്ത്യയില് പഠനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം ഇന്ത്യയിലുള്ള അർബൻ സോഷ്യോളജിന്റെ പഠനത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മുംബൈ സർവകലാശാലയിൽ നിന്ന് പാട്രിക് ഗഡൻസ് ആണ്. പാട്രിക് ഗഡസിൻ കേട്ടോ, 1950. അപ്പം അദ്ദേഹം ഒരു സബ്സ്റ്റാൻഷ്യൽ റിസർച്ച് ഓൺ അർബൻ പ്രോബ്ലംസ് ഗെയിൻഡ്
momentum post-independence, especially after the 1951 census, which revealed a rapid urban growth. അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഈ ഒരു നഗരങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ചും കാര്യമായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തി. മെയിൻലി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 ശേഷമുള്ള സെൻസസിന് ശേഷമാണ് അദ്ദേഹം എന്താണ് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ എന്താണ് ഒരു റാപ്പിഡ് ആയിട്ടുള്ള urban ഗ്രോത്ത് ആണ് അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ ഒരു 1951 ശേഷം ഇന്ത്യയിലുള്ള നഗരങ്ങൾ ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം മേജർ ഏരിയാസ് ഓഫ് urban സോഷ്യോളജി ഇൻ ഇന്ത്യയിലുള്ള urban സോഷ്യോളജിയുടെ മേജർ ഏരിയാസ് ഏതൊക്കെയാണെന്നാണ്. അപ്പം മൈഗ്രേഷനും അർബണൈസേഷനും ആണ് നഗരവൽക്കരണം. അതുപോലെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം കേട്ടോ. അപ്പം റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മാറുന്നത്, കുടിയേറുന്നത് അല്ലെ, ആൻഡ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് കോൺസിക്വൻസസ്, അത് എന്താണ് അർബൻ സോഷ്യോളജിയുടെ ഒരു മേജർ ഏരിയ ആണ്. ഈ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറുന്നതും പിന്നെ അതിനെ തുടർന്ന് വരുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് സ്ലംസ് ആൻഡ് സ്ക്വാട്ടർ സെറ്റിൽമെന്റ്സ് ആണ്. സ്ലംസും സ്ക്വാട്ടർ സെറ്റിൽമെന്റും എന്ന് പറയുന്നത് എന്താണ്? അർബൻ പോവർട്ടിനെ കുറിച്ചും ഹൗസിംഗ് കണ്ടീഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അർബൻ ലൈഫിലേക്ക് മാറുകയും പിന്നെ അവിടുത്തെ ലൈഫ് എക്സ്പെൻസസ് എന്നൊക്കെ പറയുമ്പോൾ നഗരങ്ങളിലേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ ദരിദ്രത്തിലേക്കും പിന്നെ അവരുടെ ഹൗസിംഗ് കണ്ടീഷൻസിനെ കുറിച്ചുള്ള പഠനമായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതും അർബൻ സോഷ്യോളജി, ഇന്ത്യയിലുള്ള അർബൻ സോഷ്യോളജിയുടെ മേജർ ഏരിയ ആണ്. ആരൊക്കെയാണ് അവരുടെ അതിൽ പഠനം നടത്തിയതെന്നാണ് കാൽതാറ്റ്, സന്ധു, അതുപോലെ ലോബോ ആൻഡ് ദാസ് കേട്ടോ. ദെൻ മറ്റൊരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റുകളാണ്. സാമൂഹികപരമായിട്ട് വരുന്ന സ്ട്രാറ്റിഫിക്കേഷനും അതുപോലെ എത്നിക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളുമാണ്, വംശീയമായിട്ട് വരുന്ന പ്രശ്നങ്ങളുമാണ്. അതിൽ നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പം കാസ്റ്റിനെ കുറിച്ച്, കിൻഷിപ്പിനെ കുറിച്ച്, റിലീജിയനിലെ മതത്തിന്റെ ബേസിൽ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് ഡിസ്പാരിറ്റീസ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അർബൻ ലൈഫിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതും അർബൻ സോഷ്യോളജി, ഇന്ത്യയിലുള്ള അർബൻ സോഷ്യോളജിയുടെ ഒരു മേജർ ഏരിയ ആണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ അർബൻ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ആണ്. urban development planning ആണ്. അപ്പം റിപ്പോർട്ട്സ് ലൈക്ക് ദി നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ NCU 1989 അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർബനൈസേഷന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചലഞ്ചസ്, ഒരു എങ്ങനെയാണ് അടിസ്ഥാന തലത്തിൽ നഗരവൽക്കരണങ്ങൾ, അർബനൈസേഷനുകൾ എന്തൊക്കെ വെല്ലുവിളികളാണെന്നുള്ളതാണ് ഈ ഒരു ദേശീയ നഗരവൽക്കരണ കമ്മീഷൻ പോലുള്ള റിപ്പോർട്ടുകളൊക്കെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ NCU 1989. ആൻഡ് ഇതിൽ വരുന്ന ഈ ഓപ്പൺ സോഷ്യോളജിയിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കീ സ്റ്റഡീസും പബ്ലിക്കേഷൻസും ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൊഹന്തി 1993, അതുപോലെ കുന്തു 2000, സന്ധു 2001, ഇവരൊക്കെ എന്താണ് അർബൻ സെറ്റിൽമെന്റ്സിനെ കുറിച്ചിട്ടും സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടും ഗവേണൻസിനെ കുറിച്ചിട്ടും ഈ നഗരങ്ങൾ എങ്ങനെയൊക്കെയാണ് വാസസ്ഥലങ്ങളാവുന്നതും അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി എത്രത്തോളം സുസ്ഥിരമാണ് അവിടെ എന്നുള്ളതും അവിടെ വരുന്ന ഭരണങ്ങളിലൊക്കെയാണ് ഇവരുടെ സ്റ്റഡീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേശായി, ദീപിത്ത്, പോർവാൾ ഇവരൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അർബൻ പോവർട്ടിനെ കുറിച്ചിട്ടും എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടും ഇനീക്വാലിറ്റിനെ കുറിച്ചിട്ടുമായിരുന്നു കേട്ടോ. നഗരത്തിൽ വരുന്ന ദാരിദ്ര്യത്തെ കുറിച്ചിട്ടും അവിടെ തൊഴിൽപരമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതുപോലെ അസമത്തെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു ഇവര് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം 21st സെഞ്ച്വറി എന്ന് പറയുന്നത് മാർക്ക്ഡ് ബൈ ആക്സിലറേറ്റഡ് അർബനൈസേഷൻസ്, നഗരവൽക്കരണത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അല്ലെ. വിത്ത് ഇന്ത്യ അർബൻ പോപ്പുലേഷൻ എക്സ്പെക്റ്റഡ് ടു ഡബിൾ ബൈ 2021. ഇവിടെ എന്താണ്, ഇന്ത്യയിൽ 2021 ഇന്ത്യയിലുള്ള നഗര ജനസംഖ്യ ഇരട്ടിയായിട്ട് വരുന്നാണ് ഇവിടെ പറയുന്നത്. മീൻസ് 618 മില്യൺ, 618 മില്യണിലേക്ക്
618 ദശലക്ഷത്തിലേക്ക് എത്തുന്നതാണ് 2101 നൂറ്റാണ്ടിലൂടെ എത്തുന്നതാണ് ഇവർ പറയുന്നത്, സ്റ്റഡീസ് മാർക്ക് ചെയ്യുന്നത്. അത്രയും പെട്ടെന്നുള്ള ഒരു ആക്സിലറേഷൻ മീൻസ് അത്രയും പെട്ടെന്നുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം അഡ്രസ്സിങ് സസ്റ്റൈനബിൾ urban growth, environmental challenges and social inclusion is crucial for India's future development. അപ്പം ഈ ഒരു സുസ്ഥിരമായിട്ടുള്ള നഗര വളർച്ച അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ചലഞ്ചസ്, പാരിസ്ഥിതികമായിട്ട് വരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വരുന്ന ഉൾപ്പെടുത്തൽ എന്നിവയൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യയുടെ ഭാവി വികസനത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഈ ഒരു സസ്റ്റൈനബിൾ അർബൻ ഗ്രോത്ത് വേണം അല്ലെ, സുസ്ഥിരമായിട്ട് വേണം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ വേണം നമ്മൾ അർബൻ ഗ്രോത്തുകൾ കൊണ്ടുവരാൻ. അതുപോലെ എൻവയോൺമെന്റൽ ചലഞ്ചസിന് വെല്ലുവിളികളെ നേരിടണം, പിന്നെ വരുന്ന സോഷ്യൽ ഇൻക്ലൂഷൻസിനൊക്കെ വേണം. അങ്ങനെ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ഇതൊക്കെ വളരെ ക്രൂഷ്യൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പിക്കിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് urban സോഷ്യോളജി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. urban സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ആണ്. അത് സ്റ്റഡി ചെയ്യുന്നുണ്ട് സ്ട്രക്ചർ, ഡൈനാമിക് ആൻഡ് ഇഷ്യൂസ് ഓഫ് സിറ്റി ലൈഫ് അല്ലെ. സിറ്റി ലൈഫിന്റെ സ്ട്രക്ചറും ഡൈനാമിക്കും ഇഷ്യൂസും urban സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ സബ് ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ആണ്. ആൻഡ് സിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, എ പ്ലേസസ് ഓഫ് ഡിവേഴ്സ് ഇന്ററാക്ഷൻസ്, എക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് കൾച്ചറൽ അമാൽഗമേഷൻ അല്ലെ. അതാണ് സിറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് എമർജൻസി സൊല്യൂഷൻ ഇഷ്യൂ ആണ്. ദെൻ അതിലെ കീ തിങ്കേഴ്സും വർക്ക്സ് പറഞ്ഞു. മെയിൻ ആയിട്ട് ജോർജ് സിമ്മൽ ആണ്. അദ്ദേഹം എന്താണ് ഫാദർ ഓഫ് വൈഡ്ലി നോൺ ആസ് ദ ഫാദർ ഓഫ് urban സോഷ്യോളജി ആണ്. ദെൻ മാക്സ് വെബർ ഉണ്ട്, റോബർട്ട് ഇ പാർക്ക് ഉണ്ട്, ഏർണസ്റ്റ് ഡബ്ല്യു ബർഗേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയില് എന്താണ് പയോനിയേഴ്സ് ആയിരുന്നു. ആൻഡ് ഇവരുടെ സ്റ്റഡീസ് ഒക്കെ മോഡേൺ അർബൻ പ്ലാനിങ്ങിന് പോളിസീസിനൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ urban സോഷ്യോളജി, ഇന്ത്യയിലുള്ള urban സോഷ്യോളജി വരുന്നത് ഇത് മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് 1951 ശേഷം സെൻസസിന് ശേഷമാണെന്നുള്ളത് പറയുന്നുണ്ട്. ഇവരുടെ നമ്മൾ ഇന്ത്യയിലുള്ള urban സോഷ്യോളജിയുടെ മേജർ ഏരിയാസ് എന്ന് പറയുന്നത് urbanization ആൻഡ് മൈഗ്രേഷൻ, സ്ലംസ് ആൻഡ് സ്ക്വാട്ടർ സെറ്റിൽമെന്റ്സ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് ആൻഡ് എത്നിക് കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ urban ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിങ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള കീ സ്റ്റഡീസ് ആണ് മോഹന്തി, കുന്തു, സാന്തൽ ഇവരുണ്ട്. അതുപോലെ ദേശായി, ദീപിക്, പോർവാൾ ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് urban പോവർട്ടിനെ, എംപ്ലോയ്മെന്റിനെ, ഇൻഇക്വാലിറ്റിനെ കുറിച്ചായിരുന്നു. ഓക്കെ, പിന്നെ 21st സെഞ്ചുറിയിലാണ് ഒരു അർബനൈസേഷനിലേക്ക് ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് urban സോഷ്യോളജിയിൽ എന്താണ് സസ്റ്റൈനബിലിറ്റി അല്ലെ, സസ്റ്റൈനബിൾ അർബൻ ഗ്രോത്തും എൻവയോൺമെന്റൽ ചലഞ്ചസും സോഷ്യൽ ഇൻക്ലൂഷൻസും ഒക്കെ ക്രൂഷ്യൽ ആണ് അല്ലെ. അപ്പം ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്